നമുക്കിന്നൊരു ചിക്കൻ 65 റെസിപ്പി കാണാം. അതിനായിട്ട് ഞാനിവിടെ 10 ചെറിയ പീസായിട്ട് വരുന്ന ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം തൈര് ഇട്ട് കൊടുക്കാം. പുളിക്കാത്ത തൈര് വേണം ഇട്ട് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ തൈര് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുക. പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ മേളിലുള്ള ആ മസാല കോട്ടിങ്ങൊക്കെ അതിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടത്തില്ല. അതിനുശേഷം നമ്മൾ വറുക്കാനായിട്ട് എടുക്കുമ്പോൾ, ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ പീസസ് ഇട്ട ഉടനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ അതിന് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ മസാല കോട്ടിങ്ങൊക്കെ ഇളകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതിയെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം.